നമസ്കാരം, വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രസവ സമയത്ത് തലക്ക് പരിക്കേറ്റ് നവജാത ശിശു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് തിരൂർ പോലീസ്. കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ച തിരൂർ സ്വദേശി നിരവധി കേസിലെ പ്രതിയുമായ സൈനുദ്ദീൻ അറസ്റ്റിലായി. മുത്തൂർ ഹിൽസ് MLP സ്കൂളിൽ കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിക്കും ലെൻഫഡ് തിരൂരിൻ്റെ സഹകരണത്തോടെ വൃക്ഷത്തൈ വിതരണത്തിനും തുടക്കമായി. സോപാനം കേപുരം 28ാം വാർഷികത്തിൻ്റെ ഭാഗമായി പെരുന്നാൾ ഫെസ്റ്റും ചാവക്കാട് റഹ്മാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. താനൂർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 22 ഞായറാഴ്ച ലഹരി ആപത്ത് കലാ സമ്പത്ത് എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ നഗരസഭയിലെ 6ാം വാർഡിൽ നിന്നും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി മൊമൻറ്റോ നൽകി ആദരിച്ചു. വിശദമായ വാർത്തകൾ. പ്രസവ സമയത്ത് തലക്ക് പരിക്കേറ്റ് നവജാത ശിശു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തിരൂർ പോലീസ് കേസെടുത്തു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തിരുനാവായ കൊടക്കൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന യുവതിയുടെ കുഞ്ഞാണ് മരിച്ചത്. പ്രസവ സമയത്ത് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് തിരൂർ ജില്ലാസ്പത്രിയിൽ എത്തിച്ച നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. പ്രസവിച്ച ആൺകുഞ്ഞിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. തിരൂർ ജില്ലാസ്പത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആശുപത്രിയിലെത്തിയത്. പ്രസവിച്ച യുവതിയുടെ സഹോദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കൊടക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി വീട്ടുജോലി ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്ന ഇവർക്ക് യഥാസമയം ചികിത്സ തേടാൻ കഴിഞ്ഞില്ലെന്നാണ് അറിയുന്നത്. തിരൂർ ജില്ലാസ്പത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വെട്ടൻ ന്യൂസ് തിരൂർ. കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ച തിരൂർ സ്വദേശിയും നിരവധി കേസിലെ പ്രതിയുമായ സൈനുദ്ദീൻ അറസ്റ്റിലായി. അറസ്റ്റിലായ പ്രതിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിലും മറ്റു സമീപ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകളുണ്ട്. അനധികൃതമായി മണൽ കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ. അറസ്റ്റിലായ പ്രതിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിലും മറ്റു സമീപ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകളുണ്ട്. കഴിഞ്ഞ മാസം 4-ന് കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി അറസ്റ്റ് ഭയന്ന് ഒളിവിലായിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ കാപ്പ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരം തടങ്കലിൽ പാർപ്പിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തിരൂർ പോലീസ് അറിയിച്ചു. വെട്ടൻ ന്യൂസ് തിരൂർ. മുത്തൂർ ഹിൽസ് MLP സ്കൂളിൽ കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിക്കും ലെൻഫഡ് തിരൂരിൻ്റെ സഹകരണത്തോടെയുള്ള വൃക്ഷത്തൈ വിതരണത്തിനും തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാനാധ്യാപിക KK അബ്ദുസ്സലാം മാസ്റ്റർ നിർവഹിച്ചു. മുത്തൂർ ഹിൽസ് MLP സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തെയും പദ്ധതിയുടെ ഉദ്ഘാടനം ലെൻഫഡ് തിരൂർ ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈ വിതരണവും നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ KK അബ്ദുസ്സലാം മാസ്റ്റർ നിർവഹിച്ചു. ഓരോ തൈകളും ഒരുപാട് തൈകളും പഴങ്ങളും അതുപോലെ തന്നെ പൂവുകളൊക്കെ നൽകി നമുക്ക് എല്ലാവർക്കും ഒരു സംരക്ഷണമായിട്ട് മാറും. ആ രീതിയിലേക്ക് നിങ്ങൾ ഇടുന്ന ഓരോ തൈയും അങ്ങനെ ആവാൻ വേണ്ടി അതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയും നിങ്ങൾ നിരീക്ഷിക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളമൊക്കെ നൽകണം. അതോടൊപ്പം നിങ്ങൾ രക്ഷിതാക്കളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കാവണം. അവരോട് പറഞ്ഞിട്ട് അവർ കൂടി ഇതിലേക്ക് ആകർഷിച്ച് നിങ്ങൾ തൈ നടുന്ന അതിൻ്റെ ഓരോ വളർച്ചയുടെ ഓരോ പരിണാമഘട്ടങ്ങളും അവർ കൂടി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണം. അങ്ങനെ ഇനി ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ലെൻഫഡ് തിരൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ 100ഓളം വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം ലെൻഫഡ് ഏരിയ പ്രസിഡന്റ് ഫൈസൽ കാടോങ്ങലും സ്കൂൾ ഹരിത ക്ലബിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി തേഞ്ചേരി അബ്ദുൽ ജലീൽ മാസ്റ്ററും നിർവഹിച്ചു. കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിയിൽ ഓരോ കുട്ടിയും രക്ഷിതാവും ഒരു ചെടിയോ തൈയോ നട്ടുവളർത്തി പരിപാലിക്കുന്നതിനോടൊപ്പം സ്കൂൾ തുറക്കുന്ന ആദ്യ ആഴ്ചയിൽ കുട്ടിയും രക്ഷിതാവും അവർ നട്ട തൈയോ ചെടിയോ ഉൾപ്പെടുത്തി ഫോട്ടോയെടുക്കുകയും അധ്യയന വർഷത്തിന്റെ അവസാനം വളർത്തിയ ചെടിയും
കുട്ടിയും രക്ഷിതാവും അടക്കമുള്ള ഫോട്ടോ വീണ്ടും എടുത്ത് അത് മത്സരത്തിനായി സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല ചെടിക്കും പരിപാലനത്തിനും സമ്മാനവും നൽകപ്പെടുന്നതാണ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണം, കളറിംഗ് മത്സരം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഷെബീന ടീച്ചർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ PTA പ്രസിഡന്റ് KK ഷാഹിദ് അധ്യക്ഷം വഹിച്ചു. OSA പ്രതിനിധി അനിൽകുമാർ, PTA ഭാരവാഹി ഹരിദാസൻ, ലെൻഫഡ് പ്രതിനിധികളായ മോഹനകൃഷ്ണൻ, അരുൺ വലിയ വീട്ടിൽ, ഫൈസൽ അമ്മയങ്ങര എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അധ്യാപികമാരായ സീമ, സീനത്ത്, മഹീഷ, ആമിന, സമീറ, ബേബി, മറ്റു രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. സോപാനം കേപുരം 28ാം വാർഷികത്തിന്റെ ഭാഗമായി പെരുന്നാൾ ഫെസ്റ്റും ചാവക്കാട് റഹ്മാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. സോപാനം പ്രസിഡന്റ് PS സഹദേവൻ അധ്യക്ഷനായി. ഗായകൻ ഫിറോസ് ബാബു ചാവക്കാട് റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സോപാനം പ്രസിഡന്റ് PS സഹദേവൻ അധ്യക്ഷനായി. ആബിദ വി റഹ്മാൻ, K ജയചന്ദ്രൻ, V ചന്ദ്രമതി, രാജീവ് രാഘവൻ, P സൗഭാഗ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സോപാനം മികവ് പുരസ്കാര സമർപ്പണം, വിദ്യാഭ്യാസ പ്രതിഭകളെ അനുമോദനം, ലഹരി വിരുദ്ധ നാടകം, ഫ്ലൂട്ട് ഫ്യൂഷൻ, നൃത്തങ്ങൾ, പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന മഹ്ഫിൽ, കലാസന്ധ്യ എന്നിവയും നടന്നു. വെട്ടന്യൂസ് താനൂർ. താനൂർ കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 22 ഞായറാഴ്ച ലഹരി ആപത്ത് കലാ സമ്പത്ത് എന്ന പരിപാടിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം ചെയ്യും. താനൂർ കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് റഷീദ് താനൂർ അധ്യക്ഷനാവുന്ന പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ താനൂർ DYSP പ്രമോദ് മുഖ്യാതിഥിയായിരിക്കും. വിശിഷ്ടാതിഥികളായ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബിജു പാറോൾ, സിനിമാ താരം ഹേമന്ത് മേനോൻ, സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി, യുവ വ്യവസായി ഷിഹാബുദ്ദീൻ അമലേരി എന്നിവർ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബിജു പാറോലിന്റെ ബോധവൽക്കരണ ക്ലാസും, ചിത്രരചനാ മത്സരം, ചിത്ര പ്രദർശനം, ഗാനമേള, വിവിധ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ എന്നിവയും സംഘടിപ്പിക്കും. വർത്തമാനകാല സാഹചര്യത്തിൽ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ സംഘടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താനൂർ കലാസാംസ്കാരിക വേദി ഈ വരുന്ന 22-ാം തീയതി താനൂർ ശോഭ സ്കൂളിൽ വെച്ചിട്ട് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ആ വിവിധ പരിപാടികളുമായിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തിരൂർ സബ് കളക്ടർ ബഹുമാനപ്പെട്ട ദിലീപ് കൈനിക്കര സാറ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുഖ്യ അതിഥിയായി താനൂർ DYSP പ്രമോദ് സാറ് പങ്കെടുക്കുന്നുണ്ട്. താനൂർ കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് റഷീദ് താനൂർ, സെക്രട്ടറി കുഞ്ഞായിൽ മുതുകയിൽ, പ്രോഗ്രാം കൺവീനർ സജീർ ചെമ്പൻ, മീഡിയ കോർഡിനേറ്റർ ജാഫർ അലി താനൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. തിരൂർ നഗരസഭയിലെ 6ാം വാർഡിൽ നിന്നും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വൈസ് ചെയർമാൻ P രാമൻകുട്ടി മൊമന്റോ നൽകി ആദരിച്ചു. പരിപാടിയിൽ കൗൺസിലർമാരും പങ്കെടുത്തു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ P രാമൻകുട്ടി മൊമന്റോ നൽകി ആദരിച്ചു. കൗൺസിലർമാരായ അബ്ദുള്ളക്കുട്ടി, ഷാഹുൽ ഹമീദ്, VP ഹംസ എന്നിവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.